നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ എന്തിനെ കുറിച്ച് ഇത്ര വലിയ ആലോചന? ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനെ കുറിച്ച്. എത്രയും വേഗം എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടി എങ്ങോട്ടെങ്കിലും പോണം. അല്ലാതെ ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെന്റ് നടത്തി നമുക്കൊരു കുഞ്ഞുണ്ടായി നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നന്ദേട്ടൻ ഇതിന് സമ്മതിക്കുമെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ? അവന്തികേട്ടത്തിയുടെ കൂടെ ഒരുമിച്ച് ഒരു മുറിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവര് തമ്മില് ഒരടുപ്പവും സ്നേഹവും ഇല്ല. എങ്ങനെ ഉണ്ടാവും? പഴയതൊക്കെ നന്ദേട്ടന് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അവരൊരുമിച്ച് മുന്നോട്ട് ജീവിക്കണമെന്ന അച്ഛൻ്റെ ആഗ്രഹം. അവർക്കൊരു കുഞ്ഞുണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന അച്ഛൻ്റെ വിചാരം. പക്ഷെ എനിക്കറിയാം, ഓരോ ദിവസവും നന്ദേട്ടൻ അവന്തികേട്ടത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കാൻ. താൻ എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നേ? സന്ധ്യ ഡോക്ടറുടെ കാര്യോ സച്ചേട്ടാ? അതെന്താ? അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവര് തമ്മില് ഇപ്പോ അതിനേക്കാൾ കൂടുതൽ അടുപ്പത്തില്. ധർമ്മസങ്കടത്തിലാവുന്നത് നമ്മള്. അങ്ങനെ ഒരു ഘട്ടം വന്നാ നമ്മൾ ഏത് പക്ഷത്താ നിൽക്കുക? അച്ഛനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. മകൻ ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്ന് ചീത്തപ്പേര് കുടുംബത്തിനുണ്ടാവുന്നത് അച്ഛൻ ഒരിക്കലും സഹിക്കില്ല. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ പറയാറുള്ളത്? പുറമെ എത്ര മാന്യതയായാലും അകമേ ചോര പൊടിയുന്ന ചില മുറിവുകളുണ്ട്. അത് തന്നെ നന്ദേട്ടന്റെ മനസ്സിലും. പക്ഷെ എനിക്കൊരിക്കലും അച്ഛന്റെ പക്ഷത്തല്ലാതെ നിൽക്കാൻ കഴിയില്ല സച്ചേട്ടാ. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് നന്ദേട്ടനോടൊന്ന് സംസാരിക്കണം. ചിലപ്പോ ഡോക്ടറുടെ അടുത്ത് പോകാൻ സമ്മതിച്ചാലോ? താ ഒരു കാര്യം ചെയ്യ്, ഡോക്ടർ ഇഷാനെ ഒന്ന് വിളിച്ച് സംസാരിക്കേ. ആദ്യം അവരൊരുമിച്ച് ഡോക്ടറെ കാണാൻ തയ്യാറാണോന്ന് അറിഞ്ഞിട്ട് പോരെ ഇതൊക്കെ. പഴയതൊക്കെ മറന്ന് ഒരു കുഞ്ഞൊക്കെ ആയി സന്തോഷത്തോടെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. എന്നാ പിന്നെ സച്ചേട്ടൻ തന്നെ നന്ദേട്ടനോടൊന്ന് സംസാരിക്കേ. എനിക്ക് ഇക്കാര്യം നന്ദേട്ടനോട് സംസാരിക്കാൻ വയ്യ. ഈ വീട്ടില് നന്ദേട്ടൻ ആരുടെയെങ്കിലും വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് താൻ പറയുന്നത് മാത്രം. നല്ല കാര്യങ്ങളൊന്നും നീട്ടിവെക്കാൻ പാടില്ല. നന്ദേട്ടൻ സമ്മതിച്ച ഇപ്പൊ തന്നെ ഡോക്ടർ ഇഷാനെ വിളിച്ച് സംസാരിക്കാം. നാളെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്യാം. എടോ, താൻ പോയി നന്ദേട്ടനോടൊന്ന് സംസാരിക്കേ. ശരി. അതെ, പ്രസവിക്കാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അച്ഛൻ എന്തിനാ ആവശ്യമില്ലാതെ ഈ കാര്യങ്ങളൊക്കെ എടുത്തു ചോദിക്കുന്നത്? അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അതുപോയി അച്ഛനോട് തന്നെ ചോദിക്കണം. അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഡോക്ടറെ കാണാൻ പോകാതിരിക്കാൻ പറ്റില്ല. നാളെ തന്നെ നമുക്ക് ഡോക്ടറെ കാണണം. എന്തിന്? ഈ വീട്ടിലിപ്പോ മറ്റുള്ളവർക്കൊക്കെ കുഞ്ഞുങ്ങളായി, നമുക്കൊരു കുഞ്ഞില്ലാത്തത് മാത്ര ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു കുഞ്ഞോ? അങ്ങനെ ഒന്നിനെ കുറിച്ച് പറയാൻ നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? അതെന്താ, ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലേ? ഭാര്യ? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? നീ എന്നോട് ചെയ്തൊക്കെ ഞാൻ മറന്നു എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ അനുഭവിച്ചതൊന്നും മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ അതൊക്കെ മറന്നാലും ശരി, ഇല്ലെങ്കിലും ശരി,
ഞാൻ എന്റെ കൂടെ ഡോക്ടറെ കാണാൻ വന്നേ പറ്റൂ. അവന്തികേ, ഞാനിപ്പോ ആലോചിക്കുന്നതേ നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ചല്ല. പിന്നെ പിന്നെ എന്തിനെ കുറിച്ചാ ഇത്ര വലിയ ആലോചന? ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനെ കുറിച്ച്. എത്രയും വേഗം എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടി എങ്ങോട്ടെങ്കിലും പോണം. അല്ലാതെ ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെന്റ് നടത്തി നമുക്കൊരു കുഞ്ഞുണ്ടായി നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിന്റെ കൂടെ ഇത്രയും നാളും ജീവിച്ചു തന്നെ മനസ്സ് മരവിച്ചിട്ടാ. അതിനിടയിൽ ഒരു കുഞ്ഞ്, അതിന് അച്ഛന്റെ ആഗ്രഹത്തിന്റെ പേരും. കൊള്ളാം. എല്ലാവരുടെയും മുന്നില് എന്നെ അപമാനിക്കാനാണോ നിങ്ങൾ നോക്കുന്നേ? അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നെങ്കിൽ അതിന്റെ നഷ്ടം വലുതായിരിക്കും. അത് ഓർമ്മ വേണം. വലിച്ചെറിഞ്ഞു കളയാൻ തീരുമാനിച്ചത് നഷ്ടമാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. അപ്പൊ പഴയതൊക്കെ മനസ്സിലിട്ടോണ്ട് നടക്കുകയാണ് ഇപ്പോഴും, അല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാം മറന്ന് നിന്നെ ഞാൻ സ്നേഹിക്കണോ? അതിന് ഈ ജമ്മത്ത് എന്നെ കിട്ടില്ല. അല്ല, എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശം? അത് നീ അറിയേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യ. എന്നോ ഞാൻ കെട്ടിയൊരു താലി കഴുത്തിലണിഞ്ഞു നടക്കുന്നു കരുതി നീ എന്റെ ഭാര്യയാവില്ല. ഇത് വലിച്ചു പൊട്ടിക്കാൻ എനിക്കൊരു നിമിഷം മതി. എന്നിട്ട് അവളുടെ കൂടെ പോയി ജീവിക്കാനായിരിക്കും ആ സന്ധ്യയുടെ. ഞാൻ ആരുടെ കൂടെ പോയി ജീവിച്ചാൽ നിനക്കെന്താ? ഇതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എത്രയും വേഗം ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. അതാണ് നിനക്കും എനിക്ക് നല്ലത്. ശത്രുക്കളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം അകന്നു പോകുന്നത് തന്നെയാ. അപ്പൊ നെല്ലിശ്ശേരിയിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ പുറത്താക്കണം അല്ലേ? അത് നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അവന്തികേ, മനസ്സുകൊണ്ട് നിന്നെ ഞാൻ എന്നേ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഡിവോഴ്സ് നടക്കുന്നത് മനസ്സിലല്ലല്ലോ, കോടതിയിലല്ലേ. അവിടെ ഞാൻ പറയുന്നത് മാത്രമേ കോടതി കേൾക്കൂ. അത് നിന്റെ തോന്നല. എന്റെ തോന്നലല്ല, തീരുമാനോ. നിങ്ങൾ എന്റെ കൂടെ വരും, ഡോക്ടറെ കാണുകയും ചെയ്യും. ഞാൻ നിന്റെ കൂടെ വരും. അത് പക്ഷെ ഡോക്ടറിനെ കാണാനായിരിക്കില്ല, അഡ്വക്കേറ്റിനെ കാണാനായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.